കഴിഞ്ഞ വർഷം ആവേശം പോലെ തന്നെയാണ് ഈ വർഷം പ്രായം കൂടെ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു പുതിയൊരു ജോണറാണ്, ഒരു വെറൈറ്റി ട്രൈ ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടാളിയാ എന്ന് വെച്ചാൽ അജാദി മേക്കിംഗ് ആണ് പടത്തിന്റെ. ഒരു പുതിയ സംവിധാനം ചെയ്തെന്ന് പറയത്തില്ല, അജാദി മേക്കിംഗ്. അത്രയ്ക്കൊന്നും ഇല്ല, ജസ്റ്റ് വാച്ചബിൾ ആണ്. അവസാനത്തെ ഒരു 10 മിനിറ്റ് മാത്രമേ എൻഗേജിംഗ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അയ്യോ, ആ കൊച്ചിവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനല്ല പറഞ്ഞു, സത്യം പറഞ്ഞു. ഞാൻ വിളിച്ച പറഞ്ഞ ചേട്ടാ ഞാൻ ഉറങ്ങിപ്പോയെന്ന്. ഹേ സിനിഫാൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് മലയാളത്തിൽ നിന്ന് ഒരു സിനിമ റിലീസ് എത്തുന്നുണ്ട്. വെറും സിനിമയല്ല, ആവേശത്തിന് ശേഷം അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. DOP ഷൈജു ഖാലിദ്, മ്യൂസിക് ബൈ വിഷ്ണു വിജയ്, പിന്നെ ബേസിലിൻ്റെ മിനിമം ഗ്യാരണ്ടി. ജനുവരി റിലീസുകളിലെ മോസ്റ്റ് അവൈറ്റഡ് സിനിമകളിൽ ഒന്ന് പ്രാവിൻകൂട് ഷാപ്പ്, ഡയറക്ടഡ് ബൈ ശ്രീരാജ് ശ്രീനിവാസൻ. അപ്പോൾ പ്രാവിൻകൂട് ഷാപ്പ് കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. നേരെ റിവ്യൂല് ടൈപ്പിലായിരുന്നു വന്നു പടം. സൂപ്പർ പടാളിയാ എന്ന് വെച്ചാൽ അജാദി മേക്കിംഗ് ആണ് പടത്തിന്റെ. ഒരു പുതിയ സംവിധാനം ചെയ്തെന്ന് പറയത്തില്ല, അജാദി മേക്കിംഗ്. പിന്നെ സിനിമോട്ടോഗ്രാഫി ഷൈജു ഖാലിദ് ആണെന്ന് തോന്നുന്നു. സൂപ്പർ സിനിമോട്ടോഗ്രാഫി. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. ഫസ്റ്റ് ഹാഫിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് ശിവജിത്തിന്റെ, ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫിൽ പിന്നെ ഒരു ചേസിംഗ് സീൻ ഉണ്ട്, അത് ഒരു രക്ഷയില്ല. മേക്കിംഗ് ആണ് മെയിൻ. ഒരു പുതിയ സംവിധാനം എന്ന് പറയത്തില്ല. പിന്നെ അൻവർ റഷീദിനെ അറിയാലോ. അൻവർ റഷീദ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നന്നായിട്ട് അദ്ദേഹം നല്ല പടമായിരിക്കും അത്. പിന്നെ മ്യൂസിക് വിഷ്ണു വിജയ്. നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു സീരിയസ് മോഡ് പ്രതീക്ഷിക്കും. പക്ഷെ കോമഡി ഉണ്ട് പടം. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്. കോമഡി രൂപത്തിൽ പടം ത്രില്ലറാണ്. നല്ല സൂപ്പർ പടമാണ്. എങ്ങനെയുണ്ട് ഒരു മൂഡ് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡാണ്. ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ഡാർക്ക് കോമഡിയാണ്. നല്ല മൂഡായിരുന്നു. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. നല്ല എന്റർടൈൻമെന്റ്. ടോട്ടലി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് വരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിക്ക് പോയിട്ട് സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴേക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഹൂ ഡിഡ് ഇറ്റ് എന്നുള്ള ഒരു രീതിക്ക്. ബേസിൽ ഷോ ആണ് ഫുള്ള്. ബേസിലിന്റെയും സൗബിന്റെയും അടിപൊളിയായിരുന്നു. ടോട്ടലി ഒരു തിയേറ്റർ വാച്ച്. ഓഫ് കോഴ്സ്. ഓക്കെ. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷയുള്ള ഈ മാസത്തിൽ ഈ പടമായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫ് എന്തോ ഭയങ്കര ലെന്തി ആയിട്ട് ഫീൽ ചെയ്തു. ചില കാര്യങ്ങൾ പറയേണ്ടത് ക്ലിയർ ആയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫ് കയ്യിൽ നിന്ന് പോകുന്നു. പക്ഷെ പടം യഥാർത്ഥത്തിൽ സെക്കൻഡ് ഹാഫിലാണ് ട്രാക്കിലോട്ട് കയറിയത് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് രസകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഒരു ജോണർ നമ്മൾ പ്രതീക്ഷിച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അങ്ങനെ തന്നെ ഇത് കോമഡി ആക്ഷൻ ത്രില്ലർ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അതല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് സംഭവം പോണത്. അത് ഫസ്റ്റിൽ അത് പറഞ്ഞു പോയപ്പോൾ കുറച്ച് നീളം കൂടിപ്പോയി. പക്ഷെ അതിനെക്കാട്ടി ഐ തിങ്ക് സെക്കൻഡ് ഹാഫ് ആണ് പടം നമുക്കൊന്ന് പിടിച്ചിരിക്കാൻ തോന്നിയത്. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയാണ് സാധനം. ഫണ്ണൊക്കെ ആയിട്ട് എന്റർടൈൻമെന്റ് ആണോ ഫുള്ള്? ഓൾറെഡി ബേസിൽ തൊടുന്നതൊക്കെ പൊന്നാക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു പടം എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഐറ്റംസ് ഒക്കെ ഉണ്ട്. സൗബിനാണെങ്കിലും ചെമ്പനാണെങ്കിലും പിന്നെ ചാന്ദിനി, എല്ലാവരും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പടം പോകുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ആ സെക്കൻഡ് ഹാഫാണ് ട്രാക്കിലോട്ട് തന്നെ കയറ്റുന്നത്. എങ്ങനത്തുള്ള ഓഡിയൻസിനായിരിക്കും ഇഷ്ടപ്പെടുന്ന ഇത്? ഫാമിലി ഓഡിയൻസ് എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം അതിലോട്ട് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സീസണിൽ വയലൻസ് മൂവിക്ക് വരെ ആൾക്കാർ കയറുന്നുണ്ട് ഫാമിലി. അപ്പോൾ എന്തായാലും ഇതും കയറാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു പുതിയൊരു ജോണറാണ്, ഒരു വെറൈറ്റി ട്രൈ ചെയ്തിട്ടുണ്ട്. ഡെബ്യൂട്ടായിട്ട് ശ്രീരാജിന്റെ തുടക്കം നല്ലതെന്ന് തന്നെ പറയാം. ഞാനിപ്പോ സീരിയസ് സീനാണെങ്കിലും നല്ല കോമഡി ഉണ്ട്, ചിരിക്കുന്നുണ്ട്. ബേസിലാണ് ഹൈലൈറ്റ് അതിനകത്ത്. ബേസിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ മുമ്പ് വന്നിട്ടുള്ള ടൈപ്പാണോ? ഒരു അല്ല, മുൻപ് വന്നിട്ടുണ്ടോ ചോദിച്ചാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും കൊള്ളാം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി പടമാണ്. തിയേറ്റർ മസ്റ്റ് വാച്ച് എന്ന് പറയുന്നില്ല, എന്നാലും തിയേറ്റർ കണ്ട നല്ലത്. മിസ്റ്ററി ത്രില്ലറൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പ്രതീക്ഷിക്കുമ്പോൾ ഒരു ഇതെങ്ങനെ ഉണ്ടായി? ഒരു ക്രൈം ത്രില്ലർ കോമഡി ടൈപ്പ് മൂവിയാണ്. എനിക്കൊരു ആവറേജ് ആയിട്ടാ തോന്നിയത്. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ. നമ്മള് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാ വന്നത്. അപ്പോ അത്രയ്ക്കൊന്നും ഇല്ല, ജസ്റ്റ് വാച്ചബിൾ ആണ്. പിന്നെ എടുത്തു പറയാൻ പെർഫോമൻസ് കൊള്ളായിരുന്നു. ഇപ്പോ ചെമ്പ വിനോദാണെങ്കിലും ബേസിലാണെങ്കിലും പിന്നെ സൗബിൻ എല്ലാവരും കൊള്ളായിരുന്നു. പക്ഷെ ഫിലിം പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക ഒന്നുമില്ല. ഒരു വൗ ഫാക്ടർ ഒന്നുമില്ല. ഒരു ആവറേജ് എക്സ്പീരിയൻസ്. പറഞ്ഞപ്പോ ഒരു മിസ്റ്ററി ത്രില്ലർ മൂഡൊക്കെ ആയിരുന്നല്ലോ. നല്ല കോമഡിയും മിസ്റ്ററിയും എല്ലാം ഒരേ കണക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരേ ലെവലില്, സെക്കൻഡ് ഹാഫ് ഒരേ മൂഡിൽ പോകുന്നുണ്ട്. ഒരു സീരിയസ് മൂഡിലാണ്. സീരിയസ് മൂഡല്ല, കോമഡി വിത്ത് കോമഡി ഉണ്ട്. ബേസിലെ കോമഡികളും ടോപ്പായിട്ട് പോകുന്നുണ്ട്. ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നല്ലൊരു എന്റർടൈൻമെന്റ്. ട്രെയിലർ കണ്ടപ്പോ ഒരു വെറൈറ്റി മേക്കിംഗ് സ്റ്റൈൽ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ട്രെയിലർ കാണുന്ന ആ സെയിം സാധനം തന്നെ, ആ ഒരു മൂഡിലാണ് പടം മൊത്തം പോയിരിക്കുന്നത്. സൂപ്പർ, ടോട്ടലി ഹിറ്റ് ആണ്. സാറ്റിസ്ഫൈഡ്. ആവേശത്തിന് ശേഷം അൻവർ റഷീദിൻ്റെ അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ പടമാണ്. ബേസിൽ ഓരോ ചിത്രം കഴിയുന്തോറും ഓരോ വെറൈറ്റി, ബാക്കിയുള്ള ഒരേ ക്യാരക്ടർ ഹിറ്റാണ്. കാരണം ഓരോ പടവും ഓരോ വെറൈറ്റി പോലത്തെ. ഇതിലും നല്ല ബേസിലാണ് മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. നല്ല ക്യാരക്ടറാണ്. സൗബിനായാലും ചെമ്പൻ വീഴുന്നത് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ ഒരു മൂഡ് പറയാനാണെങ്കിൽ എങ്ങനെയാണ്? ഒരു ഒരു പയ്യന്മാരുടെ വൈബ്, നല്ലൊരു വൈബാണ്. അടിപൊളി പടം, സൂപ്പറാണ്, അടിപൊളി പടമാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിൽ ഒരു രക്ഷയില്ല. ബേസിലാണ് സ്കോർ ചെയ്തത്. ബേസില് അല്ല, അൻവർ റഷീദിന്റെ ആ ഒരു പടം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ആവേശം പോലെ തന്നെയാണ് ഈ വർഷം പ്രായം കൂടെ വന്നിരിക്കുന്നത്. ഓരോ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മറ്റ് ലെവലിൽ എടുത്തിരിക്കുന്നത്.
നമുക്ക് ഭയങ്കരമായ ലെവല് ആ ഒരു റേഞ്ചിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, ആ ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. അടിച്ചുപൊളി പടം, അടിച്ചുപൊളി പടം തന്നെയാണ്, പക്ക എന്റർടൈൻമെന്റ് ലെവലിൽ കൊണ്ടുവന്ന്. പക്ഷേ ഒരു മിസ്റ്ററി, ആ റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്, എല്ലാം ഫസ്റ്റ് വാച്ച് തന്നെയാണ്, നല്ലൊരു സിനിമ തന്നെയാണ്. കണ്ടപ്പോ എല്ലാവരും ഒരു ഭയങ്കര ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഫണ്ണൊക്കെയാണ് പ്രതീക്ഷിച്ചത്. അത് തന്നെയാണോ ശരിക്കും? ആക്ച്വലി കുറച്ചൊരു ഡാർക്ക് ഹ്യൂമർ, ത്രില്ലറിന്റെ ഇടയിൽ കൂടെ ഡാർക്ക് ഹ്യൂമറാണ് വരുന്നത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, കാരണം ഞാൻ പക്ക ത്രില്ലറായിട്ട്, ഞാൻ ട്രെയിലർ കണ്ടില്ല, പക്ക ത്രില്ലറായിട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനിടയ്ക്ക് ഡാർക്ക് ഹ്യൂമർ വന്നപ്പോൾ ഒരു കല്ലടി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. ഈ അൻവർ റഷീദ് പ്രൊഡക്ഷന്റെ ഒരു ക്വാളിറ്റി അതൊക്കെ ഉണ്ടോ? മേക്കിങ്ങിൽ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ നല്ല ഗ്രാൻഡ് സെറ്റായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റി അതിൽ കാണാനുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ പെർഫോമൻസ് ഒക്കെ തന്നെ. ഒരു ബേസിൽ സൗബിൻ കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? ബേസിൽ പിന്നെ എല്ലാ പടവും ഇപ്പൊ ഹിറ്റ് ആണല്ലോ. അപ്പോൾ അടുത്ത ഇത് എന്തായാലും ഹിറ്റ് ആവും. എല്ലാരും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ കിട്ടിയത് നമ്മൾ ട്രെയിലർ കണ്ടുകൊണ്ട് അത്രയ്ക്കില്ല, ഒരു ഡീസന്റ് ഓക്കെ എബോ ആവറേജ് ഫീലാണ് തോന്നിയത്. മ്യൂസിക് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സൗബിനും ചെമ്പ വിനോദം അടിപൊളിയായിരുന്നു ആക്ടിങ്. പടത്തിന്റെ ഒരു മൂഡ് ആണെങ്കിൽ ഭയങ്കര ഒരു അടിച്ചുപൊളി മൂഡാണോ അതോ സീരിയസ്? ഒരു ചില സമയത്ത് സീരിയസ് ആവും, ചില സമയത്ത് അങ്ങ് അടിച്ചുപൊളിയായിരുന്നു. പിന്നെ വേറൊരു ടെറൈനൊക്കെ അടിപൊളിയായിരുന്നു, ഒരു ഡാർക്ക് മൂഡോട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഫൈറ്റ് ഒക്കെ അടിപൊളി സൂപ്പറായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ഭയങ്കര ലാഗായിട്ടാണ് ഫീൽ ചെയ്തത്. അവസാനത്തെ ഒരു 10 മിനിറ്റ് മാത്രമേ എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഡാർക്ക് ഹ്യൂമർ വർക്ക് ആവുന്നോണ്ടാണോ? എടാ പോടാ, എന്താ ഇഷ്ടപ്പെടാൻ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മൂവി. അവസാനത്തെ 10 മിനിറ്റ് മാത്രമേ എനിക്ക് എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തുള്ളൂ. ഇതിനകത്തൊരു സർപ്രൈസ് എലമെന്റ് ഒക്കെ ഉണ്ട്, പക്ഷേ എന്താ പറയാ, അവരെന്തൊക്കെയോ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് വേണ്ട പോലെ മലയാള പടം കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയ ആവശ്യമല്ല. ഇപ്പോഴുള്ള നമ്മളെ യൂത്ത് തലമുറകൾക്ക് ഇഷ്ടപ്പെടുന്ന കോമഡികളും കാര്യങ്ങളൊക്കെ അതിൽ നായിക തന്നെ പറയുന്നുണ്ട്, ആളി എന്ത് മൂഞ്ചി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്കെന്ത് പറഞ്ഞുകൂടാത്തത്. അതുപോലെ തന്നെ ബേസിലിന്റെ നല്ല കിണ്ടാച്ചി പെർഫോമൻസ് ആയിരുന്നു, കിട്ടിക്കായിരുന്നു. പിന്നെ സൗബിന്റെ നല്ല ആക്ടിങ് ആയിരുന്നു. പിന്നെ ചെമ്പ വിനോദിനെ എടുത്ത് പറയാനുള്ള ചെമ്പ വിനോദ് നല്ല അഭിനയമായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാനുള്ള നല്ല കോമഡി ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ വന്നത് എങ്ങനെ കോമഡി ചെയ്യുന്നു, അവരെ കേസ് എങ്ങനെ തെളിയിച്ചെടുക്കുന്നു, ഒരു ക്രൈം ത്രില്ലറും കൂടെയാണ്. നല്ല കോമഡിയായിട്ടാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. അടിച്ചുപൊളി മൂടാണോ ഫുള്ള്? പിന്നെ എല്ലാവരും ചിരിക്കും, എല്ലാവരും തിയേറ്ററിനകത്ത് ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇല്ല ഞാൻ ഡാർക്ക് കോമഡി ഒന്നും മറ്റേ ചേച്ചി വർക്കായില്ലെന്ന് പറഞ്ഞു. എങ്ങനെ? അയ്യോ, ആ കൊച്ചിയോട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനല്ല പറഞ്ഞു, സത്യം പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ ചേട്ടാ ഞാൻ ഉറങ്ങിപ്പോയെന്ന്. പിന്നെ പടം കണ്ടാലല്ലേ പടത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഉറങ്ങിയിരിക്കുന്ന ഒരാളെ പടത്തിന്റെ കാര്യം പറയാൻ പറ്റും, ഇല്ലല്ലേ? ഓക്കെ, ചേച്ചി നല്ല പടമാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ത്രില്ലറാണോ മിസ്റ്ററി ത്രില്ലറാണോ? മിസ്റ്ററിയാണ്, ഒരു കോമഡി മിസ്റ്ററി പരിപാടി. കൊള്ളാം, നൈസായിട്ടുണ്ട്. ടോട്ടലി കണ്ടിരിക്കാം. എന്റർടൈൻമെന്റ് ആണോ? ഫുള്ളി എന്റർടൈൻമെന്റ്. ഒരു അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുന്നോണ്ടാണ് വന്ന് കണ്ടത്. പുള്ളിയുടെ എല്ലാ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ പടം ക്വാളിറ്റി ആണല്ലോ, അതുകൊണ്ട് ഇത് വന്ന് കണ്ട് ഇത് നൈസായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു പടം, ഭയങ്കര അടിപൊളി, എൻഗേജിങ് ആണ്. ആരും എക്സ്പെക്ട് ചെയ്യാത്ത സാധനമാണോ? ട്രെയിലറൊക്കെ കാണുമ്പോൾ നമ്മളൊരു ഭയങ്കര ഫൺ അത് സാധനം, പക്ഷെ പടം സീരിയസ് ആയോ? സെക്കൻഡ് ഹാഫ് സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസ് ആയിട്ടുണ്ട്, ഫൺ ആവേണ്ട അടുത്ത് ഫൺ ആയിട്ടുണ്ട്. ഒരു ഡാർക്ക് ഹ്യൂമർ ഒക്കെ അവർ നന്നായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മസ്റ്റ് വാച്ച് ആണോ? ഇതെല്ലാ ഓഡിയൻസിനും കാണാമല്ലോ. ഓക്കെ, ഭയങ്കര അടിപൊളിയാണ്. ബേസിൽ അതിന്റെ ഹ്യൂമർ ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും നമ്മൾ പക്ഷേ ഞാൻ കുറച്ച് പ്രാവശ്യം നമ്മൾ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തോട് സിനിമ കിട്ടി. പക്ഷേ നമ്മളാണെങ്കിൽ ഫസ്റ്റ് വരുമ്പോഴത്തേക്കും വിചാരിക്കും ജസ്റ്റ് ഒരു നോർമൽ മൂവി ആയിരിക്കും. പക്ഷേ നോർമലിന് അപ്പുറത്തും അവരുടെ മേക്കിംഗ് ആയാലും കാസ്റ്റ് ആയാലും എല്ലാം കൊണ്ട് അവർക്ക് എടുത്ത് വെച്ചേക്കാൻ പറ്റും. റിവ്യൂ എങ്ങനെയുണ്ട്? ഫസ്റ്റ് കണ്ടിട്ട് വളരെ നല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നല്ലായിരുന്നു. ഫണ്ണൊക്കെ ഉണ്ട്, തിയേറ്റർ എന്റർടൈൻമെന്റ് ആണ് ഫുള്ള്. ഓക്കെ, അപ്പോൾ കാത്തിരുന്ന പ്രാവൻകൂടി ഷാപ്പിന്റെ റിവ്യൂ ഒക്കെ കേട്ടല്ലോ. നിങ്ങൾക്ക് ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.